ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് കാർത്തികയല്ലേ, നമുക്ക് ഇന്ന് കാർത്തികപ്പം ചെയ്യാം. അതിലേക്ക് വേണ്ടി ഞാനിത് വറുത്ത പച്ചരിപ്പൊടിയാണ്, പത്തിരിക്ക് ഇടിയപ്പത്തിനുമുള്ള പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കണക്കാക്കി എടുത്തോളാം. ശർക്കര, തേങ്ങ, ഇത് നേന്ത്രപ്പഴം ചെറുതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അവൽ ചെറുതാ ഒന്ന് വെള്ളം നനച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇരിപ്പുണ്ട്. ഈ കടല, കപ്പലണ്ടി കടലയാണ്, തോടില്ലാത്തത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, ഓപ്ഷനിലാണ്. ഇനി നമ്മൾ മാവിലോട്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. അത് മാവിൽ ഇനിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അത് ഇനിപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഏലക്കയും ചുക്കും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ പച്ചവെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുക്കാൻ പോണത്, ചൂടുവെള്ളമോ അങ്ങനെ ഒന്നുമല്ല. ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതൊന്നും ഒഴിക്കുന്നില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ചപ്പാത്തിക്ക് കുഴക്കും പോലെ കുഴച്ചെടുക്കാം. അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് കുഴച്ചെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് കുഴച്ചെടുക്കല്ല, കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാവും. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളമായിരിക്കും, നല്ല വെള്ളമാവാൻ പാടില്ല, എങ്കിൽ ഇലയിൽ വയ്ക്കുമ്പോൾ അങ്ങ് ഓടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഒരു ഇല എടുത്ത് അതിൽ പരത്തിയെടുക്കാം. ഇത് ഇല വാട്ടിയെടുത്തതാണ്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വാട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് മാവ് എടുത്ത് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. നല്ല ഹാർഡായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് പരത്തി കിട്ടിക്കോളും. നിങ്ങൾക്ക് ഷേപ്പ് വേണമെങ്കിൽ അത് കണക്കാക്കി ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. ആ തേങ്ങയുടെ മുകളിലേക്ക് തന്നെ നമുക്ക് ശർക്കര വെച്ച് കൊടുക്കാം, അവൽ വെച്ച് കൊടുക്കാം, പഴം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കടല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ നോക്കി ഒന്ന് മടക്കിയെടുത്താൽ മാത്രം മതി. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം നമുക്ക്. ഞാൻ ഇഡ്ഡലി കുട്ടത്തിലാണ് വയ്ക്കുന്നത്. സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീമറിൽ വയ്ക്കാം. ഇഡ്ഡലി കുട്ടത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്, അതിൽ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ അടയായിട്ട് നമുക്ക് എടുത്ത് വെച്ച് അടച്ച് വയ്ക്കാം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. നല്ല ചൂടാണ്, കൈ കൊണ്ട് തൊടാൻ പറ്റില്ല, അതുകൊണ്ടാണ് കൈ കൊണ്ട് തൊടാത്തത്. ഈ കാർത്തികപ്പം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.